തവിയുടെ ഈ വീഡിയോയിൽ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ വരട്ടിയതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കിയ കൂന്തൽ ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് പാന് ചൂടാക്കാം. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. മസാലകൾ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാല മിക്സ് ചെയ്ത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൂന്തൽ വേവിക്കാനായിട്ട് എടുത്ത വെള്ളം തന്നെയാണ്. ആ വേവിച്ചിട്ട് ബാക്കിയുള്ള വെള്ളമാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. ആ കൂന്തലിലേക്ക് ആ മസാലയൊക്കെ മിക്സായി വരാനാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂന്തൽ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒരു പാകത്തിനായിട്ടുണ്ട്. നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. കൂന്തൽ ഒരു ഡിഫറെൻ്റായിട്ട് വെക്കുന്നൊരു ശൈലിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.